അപ്പൊ ഈ കൂട്ടത്തില് പിന്നെ സെറ്റില് ഭയങ്കര അടിപൊളിയായിട്ട് എല്ലാരായിട്ടും വൈബ് അടിച്ചിരുന്നിട്ട് എന്തെങ്കിലും ചെറിയ കാര്യം വരുമ്പോ ഒന്ന് പിണങ്ങീഷ് എന്ന് വിളിക്കാൻ പറ്റുന്ന ആരാണ്? ചെറിയത്തിൽ എന്തെങ്കിലും പിണക്കമൊക്കെ വരുന്ന കുറച്ച് പിണക്ക കുഞ്ഞെന്നൊക്കെ പറയാൻ പറ്റുന്ന ഭയങ്കര സെയിം ആയിരുന്നു. ഞാൻ അതല്ലേ പറഞ്ഞു, തുടക്കം തൊട്ട് അവസാനം വരെ നമുക്ക് ഈ സാധാരണ ലൊക്കേഷൻസിലൊക്കെ ചെല്ലുമ്പോൾ എന്തെങ്കിലും ചൊറിയനായിട്ടുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും ഉണ്ടാവും. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ലെന്നേ. ഞങ്ങൾക്ക് ലൊക്കേഷനിൽ പോകാൻ തിടുക്കുക രാവിലെ. ഞങ്ങൾക്ക് ഒരു റൂട്ടീൻ ഉണ്ട്. ഇപ്പൊ ഇദ്ദേഹം വേറെയാണ് താമസിക്കുന്നത്, ഞങ്ങൾ എല്ലാവരും ഒരിടത്താണ് താമസിക്കുന്നത്. അപ്പം ഞങ്ങൾ രാവിലെ ഞങ്ങളുടെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഇറങ്ങും, വണ്ടി നേരെ ഞങ്ങൾ ഒരു ക്ഷേത്രത്തിൽ അമ്പലത്തിലോട്ട് പോകും. തൊഴുതിട്ട് നേരെ നമ്മൾ മറ്റേ മ്യൂസിയത്തിന്റെ അവിടെ പോയി മറ്റേ ഹെൽത്തി ഡ്രിങ്ക് പയർ മുളപ്പിച്ചതും ജ്യൂസും അതുകൊണ്ട് പരിചയപ്പെടും. ഞാൻ പ്രവാണത്താണല്ലോ, അപ്പൊ ഇതാണ് നമ്മൾ റൊട്ടീൻ. നേരെ ലൊക്കേഷനിലോട്ട് ചെല്ലും. ഇപ്പൊ ഒന്നിന്റെ ഇടയ്ക്ക് ഏതൊരു അമ്പലം കണ്ടാൽ ഞങ്ങൾ കയറും. അവിടെ കയറും. പോയിട്ട് വളരെ ഭക്തി കാണാൻ പാട്ടൊക്കെ ഇട്ട് രാവിലെ അടിപൊളിയായിട്ട് ഞങ്ങൾ അവിടെ ചെല്ലും. എന്നിട്ട് ഷൂട്ട് കഴിയുമ്പോൾ ഞങ്ങൾ അപ്പൊ ഞങ്ങളുടെ സൗഹൃദം ആ ലൊക്കേഷൻ വെച്ചാണ് ഞങ്ങൾ അഖിലണ്ണനുമായിട്ട് നേരത്തെ ഞാൻ പടം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കോമ്പിനേഷൻ ഒന്നും വലുതായിട്ടില്ലെങ്കിൽ പോലും ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്ന് ഇത്ര സൗഹൃദം ഒന്നും ഡെവലപ്പ് ആയിട്ടില്ല. പക്ഷെ ഞങ്ങൾ തമ്മിൽ ഇത്രയും സൗഹൃദം ഞങ്ങൾ തമ്മിലല്ല, മാത്രമല്ല രൂപേഷ് ആയാലും അമ്പി ആയാലും ഞങ്ങളെ സൗഹൃദം ഭയങ്കരമായിട്ട്. ഗൗരി അങ്ങനെ റിലേഷൻഷിപ്പ് നമ്മൾ അങ്ങനെ മെയിൻ ഒരു ഹായ് അയച്ച 3 മാസം കഴിഞ്ഞിട്ടാണ് വലിയൊരു പടത്തിന് വേണ്ടിയാണ് ഹായ് അയച്ചത്. റിപ്ലൈ ഓക്കെ. അപ്പൊ എന്തായാലും ഗൗരിക്ക് കുറച്ച് സ്റ്റണ്ട് അതുപോലത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നെന്നുള്ള പറഞ്ഞ. അപ്പൊ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് ഏത് സീനിലാണ്? അങ്ങനെ വല്ല കഷ്ടപ്പാടില്ല? അങ്ങനത്തെ ഭയങ്കര മാസ്മരിക അതെന്തായിരുന്നു കഷ്ടപ്പാട്? അതാ പറഞ്ഞ 2-3 അടി നമ്മൾ അല്ലാതെ ഈ ഒരു ഫൈറ്റോ അല്ലെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്നവരെയും കൂടെ ഒന്ന് ഇതാക്കി അവർക്ക് ഇതാവുന്നത് ഇതൊക്കെ നോക്കുമല്ലോ. ഇത് ക്യാരക്ടറായിട്ട് അങ്ങ് ജീവിക്കും. കടിയെങ്കിൽ കടി, ഇടിയെങ്കിൽ ഇടി, അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ക്യാരക്ടർ തന്നെ ഫുൾ ടൈം ഇങ്ങനെ പോകുന്നൊരു അങ്ങനെ തന്നെയായിരുന്നു. ഓക്കെ. അപ്പൊ ഈ ഒരു സ്റ്റോറി പറഞ്ഞപ്പോഴത്തേനും ഇപ്പൊ എല്ലാവരുടെയും മനസ്സിൽ ഓക്കെ ഇത് ചെയ്യാമെന്നുള്ളൊരു ഏറ്റവും വലിയൊരു ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആ ഒരു സ്റ്റോറിയിൽ കുറച്ച് അടിപൊളിയായിരിക്കും. ഒരു കാര്യം ഓപ്പൺ ആയിട്ട് പറയാനാണെങ്കിൽ ഫസ്റ്റ് സ്ക്രിപ്റ്റ് അയച്ചപ്പോൾ എനിക്കിത് വായിച്ചപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നല്ല സാധനം, ബിഗിനിങ് ടു എൻഡ് നല്ലൊരു പരിപാടി. അപ്പം എനിക്കങ്ങോട്ട് ക്യാരക്ടർ അങ്ങനെ എനിക്കൊരു ടോട്ടൽ ഒരു ഐഡിയ ഒന്നും കിട്ടുന്നില്ല. എനിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം നറേഷൻ അല്ല, നമ്മൾ PDF നമുക്ക് കിട്ടിയിട്ട് അങ്ങനെ വായിക്കരുത്. അപ്പൊ അഖിലണ്ണനെ വിളിച്ചപ്പോഴും അഖിലണ്ണൻ സംഭവം ഇഷ്ടമായി. ഒരു എന്താന്ന് അങ്ങോട്ട് കിട്ടുന്നില്ല. ഓക്കെ അങ്ങനെ ഒരു ഇത് വന്നു. ലൊക്കേഷനിൽ വായിച്ചപ്പോഴാണ് നമുക്ക് ഇതിന്റെ കുറ്റവാന എന്ന് പറയുന്നത് ഭയങ്കര വലിയ പരിപാടിയാണ്. ഇവരുടെ ദിവസത്തെ അല്ല ഞാൻ എത്തുന്നത്, ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ലേറ്റാണ്. അപ്പോഴേ സെലിബ്രേറ്റ് കളിയായിരുന്നു. അതുകൊണ്ടല്ല അവർക്ക് നേരത്തെ എനിക്ക് ഡേറ്റ് വേറെ ആയിരുന്നു. ലൊക്കേഷനിൽ എത്തിയിട്ട് ഷൂട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടല്ലോ, നമുക്ക് ഓരോ സീൻസ് ഒക്കെ അപ്പം നമ്മൾ ചില സീൻസ് എഴുതി വായിക്കുന്ന പോലെ അല്ല. അദ്ദേഹം അങ്ങോട്ട് നറേറ്റ് ചെയ്ത് തന്നാണ് ഇത് ഇങ്ങനെയാണ് പരിപാടി എന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്ത സമയത്ത് നമ്മൾ പരസ്പരം നോക്കാൻ തുടങ്ങി. മനുഷ്യന്റെ വേറെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിടിലായിട്ട് ചെയ്താലും തോൽവിയായിട്ട് ചെയ്താലും ഒരേ ഡയറക്ടർ സാറുണ്ടല്ലോ, ചേട്ടൻ ഇങ്ങനെ എന്താ പറയാ, ചേട്ടൻ നല്ലതാണെങ്കിൽ കട്ട് വിളിക്കുന്നതിന് ഒരു ടോണാ, നല്ലതാണെങ്കിൽ ചേട്ടന്റെ ടോണ് മാറും. അപ്പൊ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇഷ്ടപ്പെട്ടു. നമ്മള് അത് പറഞ്ഞിട്ടുണ്ട് ചിലതിൽ ചേട്ടൻ ഇങ്ങനെ പറയും കട്ട് പ്ലീസ്, അങ്ങനെ പറയും. ചില ചേട്ടൻ പെട്ടെന്ന് പറഞ്ഞു കട്ട് പ്ലീസ്, അങ്ങനെ പറഞ്ഞു. അപ്പൊ ചില നല്ല സീൻസ് ആണെങ്കിൽ അത് നമുക്ക് തോന്നും ചേട്ടനൊക്കെ അത് വർക്കായി, ചില ചേട്ടൻ കഴിഞ്ഞിട്ട് അങ്ങനെ സംബന്ധിച്ചാൽ നമ്മളിപ്പോ ഒരു ടേക്ക് എടുത്ത് കഴിഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ വെച്ചാൽ കട്ട് പ്ലീസ്. അപ്പൊ അദ്ദേഹത്തിന്റെ മുഖത്തോട്ട് നോക്കുമ്പോൾ അദ്ദേഹം ഇരിക്കുന്നത് എടുത്തു പോകും, ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഇത് കാണും. അപ്പൊ നമ്മൾ അടുത്ത് എന്നിട്ട് ഓക്കെ ആയിരുന്നു ആദ്യം പുള്ളി ആ യൂണിവേഴ്സിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഓക്കെ ആയിരുന്നു. പിന്നെ അത് ഞാൻ ഡയറക്റ്റ് പുള്ളിയോട് പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മള് ഭയങ്കര കമ്പനി ആയിട്ടൊക്കെ ഇരുന്ന് സംസാരിച്ചിട്ട്, അദ്ദേഹവും ഭയങ്കര കമ്പനി ആയിട്ടൊക്കെ ഇരുന്ന് സംസാരിച്ച് എന്നോട് കാർത്തിക് എന്റെ വെബ് സീരീസിന്റെ ലൊക്കേഷനിലൊക്കെ വന്നിട്ടുണ്ട്. അദ്ദേഹം കമ്പനി ആയിട്ട് സംസാരിച്ചിട്ട് അങ്ങോട്ട് പോയി എവിടെ ആയെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് മറ്റേ പുള്ളി അങ്ങനെ ഞാനിവിടെ വൈറ്റിലായി. പുള്ളി നമ്മൾക്ക് സാറിങ്ങനെ വന്നിട്ട് എന്തെങ്കിലും കൂടുതൽ പറയുകയാണെങ്കിൽ അസോസിയേറ്റ് ഒക്കെ DC ചേട്ടനോ അല്ലെങ്കിൽ നിൻ ചേട്ടനോ അവരൊക്കെ ആയിരിക്കും പറയുന്നത്. ചേട്ടൻ ചേട്ടൻ ഇഷ്ടപ്പെട്ടോ,
ഇഷ്ടപ്പെട്ടില്ലേ ഒന്നും മനസ്സിലാവൂല ചിലപ്പോ. അപ്പൊ ചേട്ടാ ചെന്ന് ചോദിക്കും, ചേട്ടാ ഓക്കെ ഓക്കെ ആ മൈൻഡാണ് ചേട്ടാ. നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഭയങ്കര നന്നായിട്ട് ചെയ്താൽ ഭയങ്കര അപ്രീസിയേഷനും ഇല്ല, മോശമായിട്ട് ചെയ്താലും പ്രത്യേകിച്ചൊന്നുമില്ല. മാറ്റി പിന്നെ നമ്മളോട് പറയുന്നതേ ഭയങ്കര ഇത് അടുത്ത് വന്നിട്ട് പറയത്തുള്ളൂ. ഇങ്ങനെ ഇവിടെ അലപ്പ് ബഹളമൊന്നുമില്ല, എന്താ കാണിക്കണം അങ്ങനത്തെ പരിപാടി ഒന്നും. നീറ്റായിട്ട് പറഞ്ഞു ഒരാളെ കറക്റ്റ് മാറ്റർ ഒന്ന് പറഞ്ഞു തരും. അദ്ദേഹം അദ്ദേഹത്തിന്റെ ടീമും ഡയറക്ഷൻ ടീമും എല്ലാം നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ഇത്. എല്ലാവർക്കും ഈ സിനിമ എങ്ങനെയും നന്നാകണം, അങ്ങനെ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അവർക്ക് വേറെ ഡീവിയേഷൻസ് ഒന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചെയ്യാനും നമുക്ക് വീണ്ടും വീണ്ടും നല്ലതായിട്ടൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹമായിരുന്നു. ടോട്ടല് എത്ര ദിവസത്തെ ഷൂട്ടായിരുന്നു ഇത്? 27 നമുക്ക് 25 22 ആ റേഞ്ച്. പിന്നെ തിരിച്ച് ഞാൻ ബിഗ് ബോസിന്റെ വഴിയിലേക്ക് വരാണ്. അപ്പം സുധി ചേട്ടനെയൊക്കെ എന്തായാലും അറിയാമായിരിക്കുമല്ലോ. അപ്പൊ രേണു സുധിയെ പറ്റിയിട്ട് എന്താണ്, അല്ലെങ്കിൽ അവിടെ ഉള്ള പെർഫോമൻസ്, അല്ലെങ്കിൽ പുള്ളിക്കാരെ പറ്റിയിട്ട് ആ ഒരു ബിഗ് ബോസ് ജേണിയിൽ എന്താണ് തോന്നിയത്? ഞാൻ ബിഗ് ബോസ് റെഗുലർ ആയിട്ട് കാണുന്ന, അല്ലാതെ നമ്മുടെ ഈ റീൽസിലൊക്കെ ഇപ്പൊ ഭയങ്കര ഫേമസ് ആണ്. റീൽസ് പിന്നെ പറഞ്ഞില്ലേ, ഇപ്പൊ ഞാൻ സുധി അറിയുന്ന റീൽസ് വഴിയില്ലേ? അതെ അതെ, എല്ലാം സംഭവിക്കുന്നതല്ലേ അല്ലേ? അവരെ ഇഷ്ടമല്ലേ? അപ്പൊ നമ്മളത് പറഞ്ഞിട്ട് എന്ത് കാര്യം? അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നു. അവര് എന്താണ് ഇന്ത്യൻ എന്താണ് പൗരത്വം ഉള്ള ഒരു ഇപ്പോൾ ഉള്ളവരുടെ പ്രധാന കുഴപ്പമെന്ന് അറിയാം. ഒരു കാര്യം നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ അത് ഇഷ്ടമായില്ല, അല്ലെങ്കിൽ എനിക്കത് വർക്കായില്ലെങ്കിൽ അത് സ്വൈപ്പ് ചെയ്ത് വിടാനുള്ള മനസ്സ് പലർക്കും ഇല്ല. അതിനെ കയറി ചർച്ച ചെയ്ത്, അതിനെ കയറി കമന്റ് ചെയ്ത്, അതിലൊരു അഭിപ്രായം എടുത്ത് വേറൊരാളുടെ അഭിപ്രായം ചോദിച്ചു പിന്നെ ആവശ്യമില്ല. ഒരു കാര്യം നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല, നമുക്ക് ഇഷ്ടമാണെങ്കിൽ സത്യം ക്യാമറ സത്യം. ഇന്നലെ എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചിട്ട് പറയണം, എൻ്റെ വീടിൻ്റെ ആ ഏരിയയിൽ എവിടെ ഉള്ള ഒരാൾ ഒരു കൊച്ചിന്റെ റീലിന് തെറി കമന്റ് ഇട്ട്, അണ്ണാ ഈ പുള്ളി അറിയാൻ പ്രൊഫൈൽ എനിക്ക് അയച്ചിരുന്നു. അവരെ വിളിച്ചു ചോദിച്ചപ്പോൾ തെറി വിളി ചെന്നു. ഞാൻ പറഞ്ഞു പോലീസ് സ്റ്റേഷൻ കൊണ്ട് കേസ് ഫയൽ ചെയ്യാൻ പറഞ്ഞു. ഒന്ന് ആലോചിക്കുന്നു, ഒരു 4 വയസ്സുള്ള ഒരു കൊച്ചു റീൽ ചെയ്തതിന് താഴെ വന്നിട്ട് തെറി വിളിയുന്നു. ഒരു കാര്യം നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ അതിനെതിരെ മുഖം തിരിച്ച് നടക്കുക വേണ്ട. എനിക്ക് അത് ഒരുപാട് പേരെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് ഭീഷണി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രതികരിക്കാം. ഇത് അതൊന്നും ഇല്ലാതെ ഒരാൾ വ്യക്തിപരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം, അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അംഗീകരിക്കുക, ഇഷ്ടമില്ലെങ്കിൽ ഇപ്പൊ ഒരു കാലത്ത് ഇതിലും ഭയങ്കരമായ നെഗറ്റീവ് ട്രോളുകൾ, ഞാൻ പറയുന്നത് സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന ഒരാളുകൾ, ഒരു കൂട്ടം സിനിമാക്കാർ വന്ന് അദ്ദേഹത്തെ നടുക്കിരുത്തി തേജോവധം ചെയ്യായിരുന്നു. പക്ഷെ ഇന്ന് അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങൾക്കും വാല്യൂ ഉണ്ടെന്ന് പലരും പല പേജസിലും പറയാറുണ്ട്. അപ്പൊ എന്ന് പറയുന്ന പോലെ ഉള്ളൂ. അത് നിങ്ങൾക്കൊരു കാര്യം ഇഷ്ടമല്ലെങ്കിൽ, ഇപ്പോഴത്തെ തലമുറയുടെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറയുന്നത്, നിങ്ങൾക്കൊരു കാര്യം ഇഷ്ടമല്ലെങ്കിൽ അത് വിട്ടേക്കാം, അത് വിട്ടേരാ. അതിനുവേണ്ടി പിന്നെ ഡിസ്കഷൻ എന്തിനാ? എല്ലാവരോടുമായിട്ട്, ഇപ്പൊ തലമുറയല്ല, എല്ലാ തലമുറയായിട്ടും ഞാൻ പറയാം, എല്ലാവരോടുമായിട്ടും പറയുന്ന ഒരു കാര്യം. കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതലും ഞാൻ പുതിയ ആളുകളോട് പറയുന്നതാണ്, ഇപ്പോഴത്തെ തലമുറയോട് പ്രത്യേകിച്ച് പറയുന്നത്. അവരങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് വെച്ചിട്ടല്ല പറഞ്ഞത്, അവരോട് ഞാൻ ഒരു അഡ്വൈസ് പോലെ പറയുന്നത്. കാരണം നിങ്ങൾക്കൊരു കാര്യം ഇഷ്ടമല്ലെങ്കിൽ അത് വിട്ടേക്കുക. കാരണം പഴയ ആൾക്കാരെ നമ്മൾ തിരുത്താൻ പോയി കഴിഞ്ഞാൽ അവർക്ക് ഇതില്ല, നമുക്ക് ഇഷ്ടമില്ല, അത് നമ്മളെ ഹാം ചെയ്യുന്നില്ലെങ്കിൽ വിട്ടേക്കുക. അതെ, ഞാൻ പറഞ്ഞത് ഒരാൾക്ക് അതുകൊണ്ടൊരു ഉപദ്രവം ഇല്ലെങ്കിൽ, നമുക്കൊരു സമൂഹത്തിന് അതുകൊണ്ടൊരു ബുദ്ധിമുട്ട് ശല്യം ഇല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്നതുകൊണ്ട് നമുക്കിപ്പോ ഒരാളെ റീല് കാണണ്ട, അല്ലെങ്കിൽ ഇത് എന്തിനാണ് ബ്ലോക്ക് ചെയ്താൽ പിന്നെ നമുക്ക് വരില്ലല്ലോ. പിന്നെ വരില്ല, പിന്നെ നമ്മൾ അതിൽ കിടന്ന് ഒന്നാം സമയമില്ല ഈ അല്ലേ എവിടെയാണ് സമയം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് ചർച്ച ചെയ്ത് അതിന്റെ വേറെ രസം എന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഒരാളെ ഇഷ്ടപ്പെട്ടില്ല, അയാൾക്ക് ഒരു നെഗറ്റീവ് കമന്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ചർച്ച ചെയ്ത് 2 റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റേ വരത്തുള്ളൂ. അത് ഇൻസ്റ്റാഗ്രാമിന്റെ ഒക്കെ അൽഗോരിതം അത് തന്നെയാണ്. അപ്പൊ പിന്നെ നിങ്ങൾ അതിനകത്തിലായി പോകും. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനില്ലേ? ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിലേക്ക് സോഷ്യൽ മീഡിയ കുട്ടികളുടെ കൂടുതൽ ക്ലാസ് അടങ്ങിയ CD ഇതിന്റെ ബാഗിൽ 20 രൂപ കാർത്തി ശങ്കറിന്റെ സോഷ്യൽ മീഡിയ അവലോകനം CD ഇത് തൊട്ട് ബാഗിൽ 20 രൂപ.